സുഹൃത്തുക്കളെ, ഞാൻ അമിത മദ്യാസക്ത രോഗി. ദൈവസഹായത്താലും എന്നുള്ള അത്ഭുതമായി കൂട്ടായ്മകളിലുണ്ടും നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പേര് അശോകൻ. നമസ്കാരം എല്ലാവർക്കും. ആസ്പിൾ സീസണിന്റെ പേജ് നമ്പർ 282. അത് കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ല. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇൻസ്റ്റിങ്സ് റൺ വൈൽഡ്. നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്സ്, സഹജാവബോധങ്ങൾ അല്ലെങ്കിൽ ജന്മവാസനകൾ എന്നാണ് ട്വല്ലൻ്റ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ വന്യമായി പോകും. അതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, അപ്പൊ 12 പേജ് 44 മലയാളത്തിലുള്ള വായിക്കാം. 4-ാം പടിയിലെ ലേഖനാണ്, നോക്കാം. പക്ഷെ ഇത് മാത്രമല്ല അപകടം. ഒരാൾ അകാരണമായി തന്റെ ജന്മവാസനകളെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുമ്പോഴൊക്കെ അസന്തുഷ്ടി ഉളവാകും. പണത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിൽ വഴിയിലെ ആൾക്കാരെ ചവിട്ടിമെതിക്കുമ്പോൾ ദേഷ്യം, അസൂയ, പ്രതികാരദാഹം തുടങ്ങിയവയാണ് ഉണർത്തപ്പെടുന്നത്. ലൈംഗികത അഴിഞ്ഞാടുമ്പോഴും ഇത്തരം കുഴപ്പമുണ്ടാകും. കൂടുതൽ ശ്രദ്ധയ്ക്കും സംരക്ഷണത്തിനും സ്നേഹത്തിനും വേണ്ടി മറ്റുള്ളവരോടുള്ള ആവശ്യപ്പെടലുകൾ സംരക്ഷകരിൽ തന്നെ അടക്കി വാഴാനും അല്ലെങ്കിൽ വെറുക്കാനുമുള്ള വികാരങ്ങളാവും ക്ഷണിച്ചു വരുത്തുക. ഈ രണ്ട് വികാരങ്ങളും അവ ഉണർത്താനിടയായ ആവശ്യകതകൾ പോലെ തികച്ചും അനാരോഗ്യകരമാണ്. അന്തസ്സിനു വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹം അനിയന്ത്രിതമാകുമ്പോൾ അത് കൈത്തൊഴിലിലാണെങ്കിലും അന്താരാഷ്ട്ര സമ്മേളന മേശയിലാണെങ്കിലും മറ്റുള്ളവർ കഷ്ടപ്പെടുകയും പലപ്പോഴും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. ഒരു തണുപ്പൻ പ്രതികരണം മുതൽ കത്തുന്നൊരു വിപ്ലവം വരെ എന്തും സൃഷ്ടിക്കാൻ ജന്മവാസനകളുടെ ഈ കൂട്ടിമുട്ടലിന് കഴിയും. ഇത്തരം രീതിയിൽ നമ്മോട് മാത്രമല്ല ജന്മവാസനകളുള്ള മറ്റാൾക്കാരോടും നിരന്തരം സംഘർഷത്തിലാണ് താൻ. ഇതിനെക്കുറിച്ച് ഇവിടെ പറയണം. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ, അതായത് പറയണത്, നമ്മുടെ മുമ്പത്തെ വരി കൂടി ഒന്ന് വായിക്കാം. ഒരു മനുഷ്യൻ എപ്പോഴൊക്കെ ജന്മവാസനകളുടെ യുദ്ധക്കളമാകുന്നുവോ അപ്പോഴൊന്നും സമാധാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ കൃത്യമായ ഒരു വരി കൊടുത്തിട്ട് അതിന് ശേഷമാണ് ഇത് പറയുന്നത്. അതായത് 44-ാമത്തെ പേജില് 12 44-ാമത്തെ പേജില് ഉള്ള ആ ആദ്യ ഭാഗത്തിന്റെ, അത് 43-ാമത്തെ പേജിലെ പാരഗ്രാഫിന്റെ തുടർച്ചയാണ്. അതിലത്തെ ലാസ്റ്റ് ലൈനാണ് ഞാൻ ഇപ്പൊ വായിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇത് വരിക. നേരത്തെ വായിച്ച ഇതിലെ പ്രസക്ത ഭാഗം ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഇതാണ് ഒരാളുടെ അവസ്ഥ. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഒരു മനുഷ്യൻ എപ്പോഴൊക്കെ ജന്മവാസനകളുടെ യുദ്ധക്കളമാകുന്നുവോ അപ്പോഴൊന്നും സമാധാനം ഉണ്ടാവുകയില്ല. ഇതൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊന്നും ഓർമ്മിക്കണം നമ്മൾ. ഇത് ഓർമ്മിക്കുന്നതിന്റെ ആവശ്യം വേറൊന്നും കൂടിയില്ല. നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഒരു പ്രോബ്ലത്തിൽ അകപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ഏതെങ്കിലും രീതിയിലൊരു അനിയന്ത്രിതാവസ്ഥ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിന്തിക്കാം, നമ്മള് എവിടെയോ എന്തോ നമുക്ക് പിഴച്ചിട്ടുണ്ട്. ജന്മവാസനകൾ എവിടേക്കോ നമ്മളെ കീഴടക്കാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ തലയിൽ കൂടെ ഇത് സംഘർഷം ഉണ്ടാക്കുകയാണ്. തമ്മിൽ സംഘർഷം, ചിന്തകൾ തമ്മിലുള്ള സംഘർഷം ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു നല്ലൊരു വാക്കുണ്ട്, അത് പക്ഷെ വേറൊരു കോണ്ടെക്സ്റ്റിലാണ് സാധാരണ ഉപയോഗിക്കാറ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, വിപരീത ദിശയിലുള്ള താല്പര്യങ്ങൾ. അതിനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സാധാരണ പറയുന്നത്, ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാള് അയാളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് എതിരായി സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് പെരുമാറുമ്പോഴാണ് ഈ പറയുന്നത്.
അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പൊതു നന്മയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് പറയാനുള്ള സാധനം അത് ഭരണാധികാരികളിലും പല സ്ഥലങ്ങളിലും കാണാം. നമ്മുടെ ഏരിയയിൽ തന്നെ പല സേവകന്മാരിലൊക്കെ കാണാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിന്റെ വേറൊരു രൂപമായി വരുന്നത്. നമ്മളുടെ താല്പര്യങ്ങളും നമ്മളുടെ ചിന്തകളും ഭയങ്കര അതിന്റെ ഒരു യുദ്ധക്കളമായി മാറുന്നതാണ് അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യത്തിലാണ്. പക്ഷേ ഇത് മാത്രമല്ല അപകടം. ഒരാൾ അകാരണമായി തന്റെ ജന്മവാസനകളെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുമ്പോഴൊക്കെ അസന്തുഷ്ടി കുറവാണ്. അപ്പൊ എപ്പോഴാണ് അസംതൃപ്തി വരുന്നത്? നേരത്തെ പറഞ്ഞു സമാധാനം ഉണ്ടാവണില്ല. അതെപ്പോഴാണ് ഒരു മനുഷ്യൻ എപ്പോഴൊക്കെ ജന്മവാസനകളുടെ യുദ്ധക്കളമാകുന്നത്, അയാളുടെ ഉള്ളിൽ തന്നെ ഉള്ള കോൺഫ്ലിക്റ്റിനകത്ത്, അപ്പോഴും സമാധാനം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണ്? പക്ഷെ അത് മാത്രമല്ല, അപ്പൊ അയാളുടെ ഉള്ളിൽ മാത്രമല്ല, അത് മാത്രമല്ല അപകടം എന്ന് പറയുന്നത് ഒരാൾ അകാരണമായി തന്റെ ജന്മവാസനകളെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുമ്പോഴൊക്കെ അസന്തുഷ്ടി ഉളവാകുന്നു. നമുക്ക് ആ 3-ാം പടിയുടെ ഭാഗത്തിൽ ബിഗ് ബുക്കിൽ പറഞ്ഞിട്ടില്ലേ, മറ്റുള്ളവരുടെ മേലെ കുതിര കയറാന്നൊക്കെ പറഞ്ഞിട്ട് അത് ചിലവായില്ലേ? അത് തന്നെയാണത്. അപ്പോൾ ദൈവം കളിക്കലും ബാക്കിയുള്ളവരെ പരിഗണിക്കാതിരിക്കലും ഒക്കെ സ്വാർത്ഥപരമായ അവനവന്റെ തീരുമാനങ്ങൾ അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക. അത് കുടുംബത്തിലായാലും കൊള്ളാം, വർക്ക് പ്ലേസിലായാലും കൊള്ളാം, സൊസൈറ്റിയിലായാലും കൊള്ളാം, എവിടെ വേണമെങ്കിലും അത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊക്കെ അസന്തുഷ്ടി ഉളവാകും. അത് ആർക്കെങ്കിലും ഒരാൾക്കട്ടോ, ഇനി അതുകൊണ്ട് തന്നെ പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ അടിച്ചേൽപ്പിക്കുന്ന ആൾക്കാർ അസന്തുഷ്ടി വരിക. അത് കുറച്ചും കൂടി കഴിയുമ്പോൾ ആദ്യം ചിലപ്പോൾ കുറച്ചു നേരം ആൾക്ക് ഒരു സമാധാനമൊക്കെ ഉണ്ടാവും. പിന്നെ പണത്തിന് വേണ്ടിയുള്ള പറക്കം പാച്ചിൽ വഴിയിലെ ആൾക്കാരെ ചവിട്ടി മെതിക്കുമ്പോൾ അതെ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ പലർക്കും പേര് വന്നിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ പണത്തിന് വേണ്ടിയിട്ടുള്ള പറക്കം പാച്ചിലുണ്ടാവാം. കാരണം വരുമ്പോ തന്നെ വലിയ ബുദ്ധിമുട്ടിലാവുമ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ വരിക സാമ്പത്തികമായി തകർന്നിട്ടൊക്കെ ആയിരിക്കും പലരും വരിക. അപ്പോ എന്തോ ലക്കിലി ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഇത് രണ്ടാമത് വന്നപ്പോ സമയത്ത് എൻ്റെ ധാരാളം ബാങ്ക് ബാലൻസ് ഉള്ള സമയത്ത് ഞാൻ വേറെ രീതിയിൽ റോക്ക് ബോട്ടം കണ്ടിട്ടാണ് വന്നത്. എന്തായാലും അത് ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തോ എനിക്ക് ആ ഒരു വഴിക്ക് പോകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ആദ്യം മുതലേ എനിക്ക് കൂടുതൽ പ്രോഗ്രാമിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റി. എന്തായാലും പണത്തിനു വേണ്ടിയുള്ള പറക്കം പാച്ചിൽ വഴിയിലെ ആൾക്കാരെ ചവിട്ടി മെതിക്കുമ്പോൾ ദേഷ്യ, അസൂയം, പ്രതികാരദാഹം തുടങ്ങിയവയാണ് ഉണർത്തപ്പെടുന്നത്. ആലോചിച്ചറിയാലോ അതിലുണ്ടാവുക. ലൈംഗികത അഴിഞ്ഞാടുമ്പോഴും ഇത്തരം കുഴപ്പമുണ്ടാവും. യെസ്, ഇത് ദേഷ്യം വരും, അസൂയ വരും, പ്രതികാരദാഹം ഇതൊക്കെ വരും. ഇതൊക്കെ പണത്തിന്റെ കാര്യം കാമമായാലും വേണ്ടില്ല, എന്താ പറയാ പണമായാലും വേണ്ട, ഏതായാലും എന്താ പറയാ ചില പഴഞ്ചൊല്ലുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഓർത്താൽ മതി. കനകം പോലെ ദുഃഖം, കാവരി പോലെ ദുഃഖം എന്നൊക്കെ. അപ്പൊ പാട്ട് അതിന്റെ അതൊക്കെ വളരെ കറക്റ്റാണ്. അപ്പൊ അത് തന്നെ ഇവിടെ പറഞ്ഞത്. കൂടുതൽ ശ്രദ്ധയ്ക്കും സംരക്ഷണയ്ക്കും സ്നേഹത്തിനും വേണ്ടി മറ്റുള്ളവരോടുള്ള ആവശ്യപ്പെടലുകൾ സംരക്ഷകരിൽ തന്നെ അടക്കി വാഴാനും അല്ലെങ്കിൽ വെറുക്കാനുമുള്ള വികാരങ്ങളാവും ക്ഷണിച്ചു വരുത്തുക സംരക്ഷകരിൽ തന്നെ. Demands made upon other people for too much attention, protection, and love can invite only domination of revulsion in the protectors themselves. Two emotions quite as unhealthy as the demands which evoke them. അതെ അത് തന്നെ ശരിയാണ്. നോക്കാം. കൂടുതൽ ശ്രദ്ധയ്ക്കും സംരക്ഷണയ്ക്കും സ്നേഹത്തിനും വേണ്ടി മറ്റുള്ളവരോടുള്ള ആവശ്യപ്പെടലുകൾ. മറ്റുള്ളവരോട് നമ്മളിങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നെ ആരും കണക്കാക്കുന്നില്ല എന്നുള്ള ആ ഒരു മനോഭാവം അത് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത്. അത് കൂടുതൽ സംരക്ഷണം അത് വേണം. കാരണം എനിക്ക് പല പ്രശ്നങ്ങളും, എനിക്ക് ലോണുകൾ അടയ്ക്കാനുണ്ടാവും, വേറെ പല പ്രോബ്ലംസ് ഉണ്ടാവും. ആ സമയത്തൊക്കെ ആരെങ്കിലും സംരക്ഷണം തരണം സാമ്പത്തികമായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കേസുകളാവാം. ആ സമയത്ത് എനിക്ക് എൻ്റെ വീട്ടുകാരോ ആരെങ്കിലുമൊക്കെ സഹായിക്കണം, അവിടെ അനുകൂലമായി സാക്ഷി വരണം. പലരുടെയും മാരിറ്റൽ കേസുകളൊക്കെ വരുന്നത് ഈ സമയത്താണല്ലോ.
അപ്പൊ ആ സമയത്ത് എനിക്ക് അനുകൂലമായി ആ സാക്ഷി പറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങള് ഒക്കെ വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, അതെല്ലാം ഈ കൂടുതലാവുന്ന സമയത്ത് സംരക്ഷകരിൽ തന്നെ അടക്കി വാഴാനും അല്ലെങ്കിൽ വെറുക്കാനുമുള്ള വികാരങ്ങളാവും ക്ഷണിച്ചു വരും. അപ്പൊ ഒന്നുകിൽ ആ സംരക്ഷകരുടെ കൂടെ തന്നെ എപ്പോഴും നിൽക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവരെ വെറുക്കാൻ. ഈ അതായത് ആരെങ്കിലും നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, അമിതമായിട്ട് ആശ്രയിക്കുകയാണെങ്കിൽ, ഒന്നുകിൽ ആ അമിത ആശ്രയത്വം കാണിക്കും, അല്ലെങ്കിൽ അവർ നമ്മളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള അത്രയും അവർ നമ്മളെ സഹായിക്കുന്നില്ല എന്ന് തോന്നൽ വരുമ്പോൾ അവരോട് ഒരു അസംതൃപ്തി വെറുപ്പും ഒക്കെ വരും. അതിനെക്കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞ ആ അമിത ആശ്രയത്വത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും ഈ രണ്ട് വികാരങ്ങളും അവ ഉണർത്താൻ ഇടയായ ആവശ്യകതകൾ പോലെ തികച്ചും അനാരോഗ്യമാണ്. അപ്പൊ ഇതിൽ ഏതായാലും വേണ്ടില്ല, ഇത് രണ്ടും അതിന്റെ കാരണം പോലെ തന്നെ തികച്ചും അനാരോഗ്യകരമാണ്. ആ കാരണം എന്താണ്? ആവശ്യകതകളാണ്. അപ്പൊ അതുപോലെ തന്നെ അത് ഈ വികാരങ്ങളും അതുപോലെ അനാരോഗ്യകരങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് ഹെൽത്തി. ഈവൻ ആ ഇമോഷൻസ് ഒന്നുകിൽ വളരെ ആരെങ്കിലും നമ്മൾ കൂടുതൽ ആശ്രയിച്ച് അയാളെ തന്നെ അയാൾ തന്നെ എനിക്കെല്ലാ എന്താ പറയാ രക്ഷയും തരുന്ന വിചാരിക്കലും, അല്ല എന്നുണ്ടെങ്കിൽ അയാളൊന്നും തരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ വെറുക്കുന്നത്, രണ്ടും അപകടമാണ്. അന്തസ്സിന് വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹം അനിയന്ത്രിതമാവുമ്പോൾ അത് കൈത്തൊഴിലാണെങ്കിലും അന്താരാഷ്ട്ര സമ്മേളന മേശയിലാണെങ്കിലും മറ്റുള്ളവർ കഷ്ടപ്പെടുകയും പലപ്പോഴും പ്രതിഷേധിക്കുകയും ചെയ്യും. ഇതാണ് സാധാരണ നമ്മൾ ലോകത്തൊക്കെ കാണുന്നതല്ലേ. നമ്മളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും അത് കാണും. അതായത് ഒരു വ്യക്തിയുടെ അവനവന്റെ പ്രസ്റ്റീജിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പറക്കപ്പായലാണ്, പ്രൈഡാണത്, പ്രശ്നം മുഴുവൻ അഭിമാനബോധമാണ് വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ബഹളത്തില് പലപ്പോഴും യുദ്ധങ്ങൾ വരെ ഉണ്ടാവുന്നുണ്ട്, വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തൊഴിലിടങ്ങളിലൊക്കെ അത് സാധാരണ കാണുന്ന ഒരു കാര്യമാണ്. ഈഗോ ക്ലാഷുകൾ സാധാരണ അധികം പറയാറുണ്ട്. കൂടുതൽ പ്രൊഫഷണൽസിന്റെ ഇടയിലാണ് കൂടുതൽ ഈഗോ പ്രശ്നം വെച്ചിട്ടുള്ള വഴക്കുകൾ ഉണ്ടാവുന്നത്. ഒരേ പ്രൊഫഷനിലുള്ള ഒരേ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ധാരാളം കണ്ടിട്ടുള്ള ആളാണ്. കാരണം ലക്കിലി ഞാൻ എൻ്റെ ഫസ്റ്റ് ഇനീഷ്യലിന്റെ 3 വർഷം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എൻ്റെ ഗുരുസ്ഥാനത്തുള്ള അന്നത്തെ ഗുരുസ്ഥാനീയനായിരുന്ന ഒരാളെന്നോട് ആദ്യം പറഞ്ഞൊരു ഉപദേശം, അശോകൻ, നമുക്ക് 2 രീതിയിൽ നമ്മളെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന്, ആദ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു, യു ബിക്കം ഇൻഡിസ്പെൻസിബിൾ ഇൻ യുവർ ട്രേഡ്, അല്ലെങ്കിൽ വേറെ യു ആർ വർക്കിംഗ്. നിങ്ങളുടെ ആ തൊഴിലെടുത്ത് നിങ്ങൾ ഇൻഡിസ്പെൻസിബിൾ ആകാൻ പറ്റും. അതായത് നല്ല പഠിച്ചിട്ട് നിങ്ങൾ അവിടെ ഒരു അനിവാര്യതയായിട്ട് മാറാൻ ശ്രമിക്കാം, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കാണിക്കാനായിട്ട്. അതൊന്നും ഇന്ന് ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല, പക്ഷെ അന്നത്തെ എൻ്റെ പ്രായത്തിൽ അത് എനിക്ക് വളരെ അനുകൂലമായിട്ട് തോന്നി, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ ഗുരുവിന്റെ ഒരു ഉപദേശം ഞാൻ ശരിക്കും എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ആ ഇൻഡിസ്പെൻസിബിൾ ആക്കാൻ നോക്കി കഴിഞ്ഞിട്ട് ശേഷം പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ്, നമുക്ക് 2 രീതിയിൽ ഉയരാൻ പറ്റും. ഒന്ന്, നമ്മൾ പഠിച്ച് നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് പ്രൂവ് ചെയ്തിട്ട് ഉയരാം, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിട്ട് വരാം, അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ കീഴിൽ ഈ ശിക്ഷണം ലഭിക്കുന്ന ആരോടും ഞാൻ അങ്ങനെ രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പറയില്ല. അത് നേരെ മറിച്ച് നിങ്ങളുടെ ടേക്ക് പെയിൻ, എന്നോട് പറഞ്ഞുള്ളത് എന്നതാണ്, ഇപ്പൊ പെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എൻജോയ് ചെയ്യാം. ശരിയായിരുന്നു, അതൊക്കെ വളരെ പ്രൂവ്ഡായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം എനിക്ക് പിന്നീട് ഞാൻ എൻ്റെ ഈവൻ പല ഡ്യൂട്ടി അവേഴ്സിൽ വരെ ഞാൻ മദ്യപിക്കാനുള്ള കാരണം ഞാൻ അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ ഒരു അഡ്വൈസറുടെ പോസ്റ്റിലായിട്ടായിരുന്നു. അപ്പൊ എനിക്ക് അത്രയും ഫ്രീഡം കിട്ടി. അത് ഞാൻ ഇറസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിച്ചു, അത് വേറെ വിഷയം. അപ്പൊ ഈവൻ ഡ്യൂട്ടി അവേഴ്സിൽ ഞാൻ കുടിക്കാം. കാരണം എന്താണെങ്കിൽ എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റിയപ്പോൾ ഈ ചില സമയത്ത് നമ്മളെ ദൈവം തുണയ്ക്കുന്നു പറയില്ല, നമ്മളെ കൂടെ വരുന്ന ആൾക്കാരൊന്നും പലരും അത്രയധികം എന്താ പറയുക പഠിക്കാൻ താല്പര്യം എടുക്കാത്ത ആൾക്കാരായിരുന്നു. അവരൊക്കെ അങ്ങനെ ഒരു
ടൈം പാസ് പോലെ ചെയ്യും, ജോലിക്ക് പറഞ്ഞല്ലോ ജോലി ചെയ്യണവരെ. അപ്പൊ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നാച്ചുറലി എന്നോടാണ് പലരും ചോദിക്കുക. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ആക്റ്റീവ് ആയിട്ടുള്ള പണികളിൽ നിന്ന് എനിക്ക് ഇത് കിട്ടി. ഞാൻ ഇവരൊക്കെ എന്താ പറയാ, ഈ ഇവരുടെയൊക്കെ പലരും മുകളിലായിട്ടുള്ള ഒരു പൊസിഷനിൽ വന്നു. അത് അതിനെ ഞാൻ ദുരുപയോഗം ചെയ്തു. കാരണം എനിക്ക് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജോലി കുറഞ്ഞു, എൻ്റെ ഇൻവോൾവ്മെന്റ് ഓൾ ടുഗദർ ഇൻവോൾവ്മെന്റ് ആയി. അപ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുതലായിരുന്നു, പക്ഷെ ജോലി എന്നുള്ള കാര്യം കുറഞ്ഞു. ഞാൻ ധാരാളം ഫ്രീ ആയി തുടങ്ങി. ഞാൻ മദ്യപിക്കാൻ എന്ന് പറഞ്ഞാൽ ഈവൻ ഡ്യൂട്ടി അവേഴ്സിൽ തന്നെ മദ്യപിക്കാൻ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇത് നോക്കാം. അപ്പൊ തൊഴിൽ ഇടങ്ങളിലാണ് ഈഗോവും പ്രൈഡും ഏറ്റവും അധികം വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ മറ്റുള്ളവർ കഷ്ടപ്പെടുകയും പലപ്പോഴും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ മദ്യപാന കാലഘട്ടങ്ങളിൽ. പലരും ഇതുവരെ പ്രതിഷേധിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു തണുപ്പൻ പ്രതികരണം മുതൽ കത്തുന്നൊരു വിപ്ലവം വരെ എന്തും സൃഷ്ടിക്കാൻ ജന്മവാസനകളുടെ ഈ കൂട്ടിമുട്ടലിന് കഴിയും. യെസ്, കാരണം നമ്മളിപ്പോൾ ലോകത്ത് കാണുന്ന പല യുദ്ധങ്ങളിലൊക്കെ ഇത്തരം രീതിയിൽ നമ്മൾ നമ്മോട് മാത്രമല്ല ജന്മവാസനകളുള്ള മറ്റാൾക്കാരോടും നിരന്തരം സംഘർഷത്തിലാണ്. അപ്പൊ ഇത്തരം സമയത്തൊക്കെ നമ്മളോട് മാത്രമല്ല, അവനവന്റെ ഉള്ളിൽ മാത്രമല്ല സംഘർഷം നടക്കുന്നത്, മറ്റുള്ളവർക്കും ഇതേപോലെ ജന്മവാസനയുണ്ട്, അവരോടും സംഘർഷത്തിലാണ് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഇൻസ്റ്റിങ്സ് റൺ വൈൽഡ്. നമ്മളെ സഹജാവബോധങ്ങൾ നമ്മളുടെ വന്യമായി തീരുന്നു. അത് വല്ലാതെ അത് പിന്നീടുള്ള കാര്യങ്ങൾ. നമ്മുടെ ജെയിംസിനെ കിട്ടിയിട്ടില്ല. എനിക്ക് ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് പുള്ളി എഴുതി അയച്ചിട്ടില്ല, അവൻ്റെ എഴുതിയിട്ടില്ല ആ ഇൻഫർമേഷൻ. ഇതിലാർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ട? ഇനി ഇല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂട്ടിച്ചേർക്കാം. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീൻ ഷെയറിലുള്ള ഒന്ന് നോക്കിക്കോളൂ. ഇതൊന്ന് ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതാണ് അനിയന്ത്രിതാവസ്ഥ. ശരിക്കും എന്താ ഈ അനിയന്ത്രിതാവസ്ഥയെ നമ്മൾ അനിയന്ത്രിതാവസ്ഥയെ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആ അനിയന്ത്രിതമായ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താം എന്നുള്ളതിനുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗമാണ് ഇത്. ഇപ്പൊ വായിച്ച 4-ാം പടിയൊക്കെ. അപ്പൊ അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ബിഗ് ബുക്കിലെ പല പേജുകളിലും കൊടുത്തിട്ടുള്ള ചില വാക്കുകൾ ഉദ്ധരിച്ചിട്ട് ഒരു മരത്തിനെ പിക്ചോറിയലി സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. സിംബോളിക്കലി ആ ഒരു മരത്തിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അത് ആ മരത്തിന്റെ പ്രത്യേകത ഒരു ഉണങ്ങിയ മരാണെന്നുള്ളതാണ്. ഇനി അതിന്റെ മുകളിൽ എന്താണ്? ഹലോ, എനിത്തിങ് എന്തിനു പറഞ്ഞു? അപ്പൊ ഇത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കണം. അതിലെ പേജ് നമ്പറുകൾ ഉണ്ട്, അതെല്ലാം ബിഗ് ബുക്ക് മലയാളം ബിഗ് ബുക്കിന്റെ പേജ് നമ്പറാണ്. ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പിന്നീട് പുസ്തകം വെച്ച് മലയാളം ബുക്കും വെച്ചിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. ഇത് നമ്മളുടെ 1-ാം പടിയിലെ 2-ാം ഭാഗം നിയന്ത്രിതാവസ്ഥ കാര്യമാണത്. അതിനെക്കുറിച്ചുള്ള ഇതാണ്. അപ്പൊ അതിലെ ഏറ്റവും പേരായിട്ട് കാണുന്നത് ഏറ്റവും റൂട്ട് കോസ് എന്താണ്? സ്വാർത്ഥതയും തന്നിൽ തന്നെയുള്ള ശ്രദ്ധാ കേന്ദ്രീകരണവും 61-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇത് ഓരോ സ്ഥലത്തും ആദ്യത്തെ അസ്വസ്ഥത അതൊക്കെ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ വന്നിട്ടുള്ളതാണ്, എടുത്തിട്ടുള്ളതാണ്. മുൻചുണ്ടി എന്നുള്ളത്, അസംതൃപ്തി എന്നുള്ളത്, അതൊക്കെ DIR പെട്ടതാണ്. എന്താണ്? 3. നമ്മൾ സാധാരണ പറയില്ലേ, നമ്മുടെ രോഗലക്ഷണം എന്താണ്? DIR, ഡിസ്കണ്ടന്റ്, ഇറിറ്റബിൾ ആൻഡ് റെസ്റ്റ്ലെസ്. ആ 3 കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ഓരോന്നോരോന്ന് വരുന്നുണ്ട്. അതൊന്ന് നോക്കിക്കോളൂ എല്ലാവരും. പിന്നീട് ഇനിയിപ്പോ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്തു. ഓക്കെ, അടുത്ത പേജിലേക്ക് പോകാമോ? ഓക്കെ.
അടുത്ത പേജ് നമ്പർ 283, പവർലെസ് ഓവർ ആൽക്കഹോൾ. അതായത് മദ്യത്തിന് മുന്നിൽ ശക്തിയില്ല. ആദ്യത്തെ 2 ഭാഗമാണ്. ആദ്യത്തെ ഭാഗം എ കംസ് ഓഫ് ഏജ്, പേജ് 52. 2 ലെറ്റർ 1966. എ കംസ് ഓഫ് ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ചരിത്ര പുസ്തകമാണ്. അതിന്റെ മലയാളത്തിലുള്ള തർജ്ജമ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ബാക്കിയുള്ള DTPയും ബാക്കിയുള്ള വർക്കും നടന്നിരിക്കുകയാണ്. സാൻ ലൂയിലെ 1955 നടന്ന കൺവെൻഷൻ, ഇന്റർനാഷണൽ കൺവെൻഷൻ, സെക്കൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻ, ആ ഇന്റർനാഷണൽ കൺവെൻഷനിലെ BW 3 ലെഗസികളും പ്രഖ്യാപിച്ചു. നമ്മളുടെ 3 പൈതൃകങ്ങൾ. ഓരോ പൈതൃകത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ടോക്സ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചുള്ള ലേഖനങ്ങളാണ്. ഓൾമോസ്റ്റ് എന്താ പറയാ, ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത, എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. പേജ് നമ്പർ 52 ആണ്. അതിലപ്പം ആദ്യത്തെ ലെഗസി റിക്കവറി എന്നുള്ള ഭാഗത്തിന് മുമ്പായിട്ട് 3 ലെഗസീസ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ട്. ആദ്യം 3 ലെഗസിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ഭാഗത്താണ് അല്ല, അതിൽ തന്നെ റിക്കവറി എന്നുള്ള ഫസ്റ്റ് ലെഗസി, ആ ലെഗസിയുടെ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. റിക്കവറി ദ ഫസ്റ്റ് ലെഗസി എന്നുള്ള ലേഖനം അതിന് തൊട്ട് 51 പേജിലെ തുടങ്ങി നോക്കാം. മദ്യത്തിന് വേണ്ടി ശക്തിയെ. I had gone steadily downhill, and on that day in 1934, I lay upstairs in the hospital, knowing for the first time that I was utterly hopeless. Lois was downstairs, and Dr. Silkworth was trying in his gentle way to tell her what was wrong with me and that I was hopeless. But Bill has, quotation, but Bill has Dr. Silkworth's ഭാര്യയുടെ ലോയിസിന്റെ വേർഡ്സ് ആണ് ഇത്. But Bill has a tremendous amount of willpower, she said. He has tried desperately to get well. We have tried everything. Doctor, why can't he stop? ഇതായിരുന്നു ചോദ്യം. He explained that my drinking, once a habit, had become an obsession, a true insanity that condemned me to drink against my will. In the late stages of our drinking, അത് അടുത്ത ഭാഗമാണ് അതിന്റെ ലെറ്റർ 1966 കൂടി ഞാൻ ഉറച്ചൊന്ന് വായിക്കാം. In the late stages of our drinking, the will to resist had fled. Yet, when we admit complete defeat and when we become entirely ready to try AA principles, our obsession leaves us and we enter a new dimension, freedom under God as we understand. ഇത് എന്നെ സംബന്ധിച്ച് കൃത്യമായ കാര്യം. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഭാഗം കൂടി ഒരുമിച്ച് വായിച്ചത്. സാധാരണ രണ്ടായിട്ട് വായിക്കാറ്. നോക്കാം. പവർലെസ് ഓവർ ആൽക്കഹോൾ. I had gone steadily downhill, and on that day in 1934, I lay upstairs in the hospital, knowing for the first time that I was utterly hopeless. BW അദ്ദേഹത്തിന്റെ കഥ പറയാണ്. അപ്പൊ 1934 ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വളരെ പ്രതീക്ഷകളെല്ലാം അടഞ്ഞിട്ട് അതായിരുന്നു. കാരണം ഐ ഹാഡ് ഗോൺ സ്റ്റഡിലി ഡൗൺഹിൽ. കുടി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ടോട്ടലി താഴത്തോട്ട് വീണു, പാതാളത്തിലേക്ക് പോയ പോലെ, അല്ലെങ്കിൽ കുന്നിന്റെ താഴ്വരയിലേക്ക് എത്തിയ പോലെ. ആ സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ താഴത്ത് നിൽക്കണ്ടായിരുന്നു. ലോയിസ് വാസ് ഡൗൺ സ്റ്റേഴ്സ് and Dr. Silkworth was trying in his gentle way to tell her what was wrong with me and that I was hopeless. അവിടെ താഴത്ത് ഇദ്ദേഹം മുകളിലത്തെ റൂമിലാണ് കിടത്തിയിരുന്നത് ഹോസ്പിറ്റലിൽ. അപ്പൊ താഴത്ത് ലോയിസും സിൽക്വർത്തും കൂടി സംസാരിക്കുകയായിരുന്നു. സിൽക്വർത്ത് അവിടെ എന്താ പറയാ, വളരെ സൗമ്യമായിട്ട് BWന്റെ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്താണ് പറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നും അതുപോലെ
ഇതൊരു പ്രതീക്ഷയില്ലാത്ത കേസാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു. അപ്പോൾ ബിൽ ഡബ്ല്യുവിന്റെ ഭാര്യ ലോയ്സ് ചോദിക്കുന്നതാണ്, ബട്ട് ബിൽ ഹാസ് എ ട്രമൻഡസ് എമൗണ്ട് ഓഫ് വിൽ പവർ. എന്നാലും ബില്ലിന് ഒരു ഭയങ്കര ഒരു എന്താ പറയുക വലിയൊരു ഇച്ഛാശക്തിയുള്ള ഒരാളാണ്. She said, okay, he has tried desperately to get well. അദ്ദേഹം കണ്ടമാനം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ പരിശ്രമങ്ങൾ എന്താ പറയുക രക്ഷപ്പെടാനായിട്ട്, മദ്യത്തിൽ നിന്ന് മുക്തനാവാനായിട്ട് എടുത്തിട്ടുണ്ട്, സുഖപ്പെടാനായിട്ട്. വി ഹാവ് ട്രൈഡ് എവറിഥിങ് ഡോക്ടർ, വൈ കാൻ വി ഹി സ്റ്റോപ്പ്? ഞങ്ങളെല്ലാം പരീക്ഷിച്ചു, എന്താണ് ഡോക്ടർ, എന്തുകൊണ്ടാണ് അയാളെ കുടി നിർത്താൻ പറ്റാത്തത്? അപ്പോൾ ഡോക്ടർ പറയാണ്, he explained that my drinking once a habit, അതായത് ഡോക്ടർ പറയണമെന്നും പറഞ്ഞിട്ട് ബിൽ ഡബ്ല്യു തന്നെ പറഞ്ഞിട്ട്, he explained that my drinking once a habit had become an obsession, a true insanity that condemned me to drink against my will. അപ്പോൾ ബിൽ ഡബ്ല്യുവിന്റെ ഈ ഡ്രിങ്കിങ് ഒരു ഹാബിറ്റ് ആയിരുന്നത് അത് മാറി, അത് വളർന്നിട്ട് എന്ത് പറ്റി, അതൊരു വിധേയത്വമായി മാറി, അല്ലെങ്കിൽ ഒരു ബാധ പോലെ, പീഡ പോലെ പെട്ടിക്കൂടി, മാനസിക പീഡ. ഈ ട്രൂ ഇൻസാനിറ്റി, ഒരു തികഞ്ഞ രീതിയിലുള്ള ഒരു എന്താ പറയുക മാനസിക അസന്തുലിതാവസ്ഥ, അതിന് പറയാൻ പറ്റും, ഭ്രാന്തതിനെ വേണമെങ്കിൽ പറയാം. എ ട്രൂ ഇൻസാനിറ്റി ദാറ്റ് കണ്ടംഡ് മീ ടു ഡ്രിങ്ക് അഗൻസ്റ്റ് മൈ വിൽ. അതായത് കുടിക്കേണ്ടെന്ന് വിചാരിച്ചാലും കുടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ എത്തിച്ചു, അങ്ങനെയായി എത്തിക്കുകയാണ്. അതാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ ലോയ്സിനോട് പറഞ്ഞു. ഇനിയോ അടുത്ത ഭാഗം, ലെറ്റർ 1966, 1966 ആരോ അയച്ച ലെറ്ററിന് കൊടുത്ത മറുപടിയിൽ നിന്ന് ബിൽ ഡബ്ല്യു അടർത്തിയെടുത്ത പ്രസക്ത ഭാഗങ്ങളാണ്. നോക്കാം. In the late stages of our drinking, the will to resist had fled. അവസാന കാലത്തെ കുടിയുടെ ആ കാലഘട്ടങ്ങളിൽ, അവസാന കാലഘട്ടങ്ങളിൽ മദ്യത്തിനെ എതിർത്ത് നിൽക്കുക എന്നുള്ള ആ ഒരു എന്താ പറയുക ശക്തി തന്നെ എല്ലാം നഷ്ടപ്പെട്ടു. വളരെ കൃത്യമാണ്, യാതൊരു സംശയമില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഒരു തവണ എന്താ പറയുക വളരെയധികം മദ്യത്തിനെ എതിർത്ത് നിന്നിരുന്ന ഒരു സമയത്ത്, അതെ, ഒരു മിനിറ്റ്, എനിക്കൊരു വളരെ അർജന്റ് കോൾ വരുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്ത് ഞാൻ റീജോയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം ചേട്ടാ, കേൾക്കാം. ഓക്കെ, ശരി. അപ്പോ എന്താ ഓർമ്മയില്ല. ഇൻ ദ ലേറ്റ് സ്റ്റേജസ് ഓഫ് അവർ ഡ്രിങ്കിങ് ദ വിൽ ടു റെസിസ്റ്റ് ഹസ് ഫ്ലഡ്. അതെ, ഒരു മദ്യം വേണ്ടാന്ന് പറയാനുള്ള ആ സകല ഇതും തീർന്നു പോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സന്ദർഭത്തില് എനിക്ക് ഒട്ടും കുടിക്കാൻ പാടില്ലാത്ത ഒരു ദിവസം, ഒട്ടും ഞാൻ കുടിക്കാനേ പാടില്ല. ഞാൻ ആ സമയത്ത് ഏല് വന്നതിന് ശേഷം ആദ്യത്തെ ചില 1-2 റിലാപ്സ് ഒക്കെ കഴിഞ്ഞ് 2000 കാര്യം പറഞ്ഞു. 2000 ഞാൻ മദ്യപിക്കാതിരിക്കുന്ന സമയമാണ്. ആ ഡിസംബറിലാണ്, ഇപ്പോൾ ഓർമ്മയുണ്ട്. ഡിസംബർ 22nd 23rd അങ്ങനത്തെ ഒരു ഡേറ്റ് ആയിരുന്നു ഡിസംബർ. അന്ന് ഞാൻ ഒരിക്കലും കുടിക്കാൻ പാടില്ല.
അത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ തലയിലുള്ള ഒരു ദിവസം. അന്ന് രാത്രി എൻ്റെ ഒരു കസിൻ ബ്രദർ വന്നിട്ട്, അവന് കുടിക്കണം, ഓക്കെ, എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് മദ്യം. സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഞങ്ങൾക്ക് പട്ടാളക്കാരനാണ്, ഞങ്ങൾ മന്ത്ലി കോട്ടൊക്കെ വാങ്ങിയിട്ട് അതിന്റെ കുപ്പി ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബിജോയ്സ് ബ്രാൻഡിയ. അത് എൻ്റെ കയ്യിൽ സാധനമുണ്ട്. ഇവൻ നിർബന്ധിച്ച് ഇവൻ വേണമെന്ന് പറഞ്ഞു, ഞാൻ അവന് കൊടുത്തു. അത് കൊടുത്തത് പോരാ, അത് കഴിഞ്ഞ് ഞാനും അവന്റെ കൂടെ പോകണം എന്ന് പറഞ്ഞു കുടിക്കാനായിട്ട്. കാരണം എനിക്ക് അവിടെ വീട്ടിലൊന്നും പറ്റില്ല. എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു ഹോട്ടൽ നടത്തുന്നത്, അവന്റെ ഹോട്ടലിൽ പോയി ഹോട്ടലിന്റെ പുറകിലിരുന്നിട്ട് അവർ രണ്ടുപേരും കുടിക്കുകയാണ്. ആ സമയത്ത് അവർ രണ്ടുപേരും 1-2 റൗണ്ട് കുടിച്ചു കഴിഞ്ഞിട്ട്, ഒരു ഫുൾ ബോട്ടിൽ ഉണ്ടല്ലോ, ഒരു 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ കുറച്ച് കുടിക്കറാന്ന്. അപ്പൊ എനിക്കന്ന് ഒട്ടും കുടിക്കാൻ പാടില്ലാത്ത ദിവസം. കാരണം എൻ്റെ കയ്യിൽ കുറെ ഉത്തരവാദിത്തം. ഇത് സംഭവിക്കുന്ന രാത്രി ഒരു 7 മണി സമയത്താണ്, ഈവനിങ് ഒരു 7 മണി സമയത്താണ്, രാത്രി ആയിട്ടില്ല. എനിക്ക് നോ എന്ന് പറയാൻ പറ്റിയില്ല. ഞാൻ കുടിയൊരുങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ വീണ്ടും സ്റ്റോക്ക് ഉണ്ടായിരുന്ന 2 കുപ്പി കൂടി ഞാൻ കൊണ്ടു. ഈ 2 കുപ്പിയിൽ പിന്നത്തെ ഒരു കുപ്പിയും കൂടി ഞങ്ങൾ 3 പേരും കൂടി കുടിച്ചു. പിന്നൊരു കുപ്പി ഉണ്ടായിരുന്നത്, അപ്പോഴേക്ക് ഇവര് പോയി ഇവരുടെ കാര്യം കഴിഞ്ഞിട്ട്. പിന്നെ വേറെ ആരോ റോട്ടിൽ കൂടെ പോണ എതിർത്തിനെ വിളിച്ചു വരുത്തിട്ട് അവന്റെ കൂടെ നിന്ന് ഞാൻ കുടിച്ചു. അവസാനം എനിക്ക് എൻ്റെ അന്നത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അന്ന് എല്ലാവരുടെ മുമ്പിലും തനി കോമളിയുമാണ്, പരിഹാസ്യതയും. അതും കൂടി പ്രശ്നം. കാരണം ലാസ്റ്റ് ഞാൻ അവിടെ ബ്ലാക്ക് ഔട്ടായി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ ആണ് എനിക്ക് എന്തൊക്കെയോ ഒരു വേഗം മെമ്മറി. അപ്പോ എന്നോട് എന്നെ വേറൊരു ബന്ധു താൻ ഇന്നലെ എന്തൊക്കെയോ ചെയ്തു. എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ പറയണ്ടായാലും ചെയ്തെന്തെന്ന് എന്നോട് പറയൂ. അത് അയാൾ പറഞ്ഞും തരുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ തൂങ്ങിച്ചാവും. ആ തൂങ്ങിച്ചാവാൻ പോയത് ഭാഗ്യത്തിന് എൻ്റെ അമ്മയുടെ അനുജത്തിന് മോള് കണ്ടു. ആ കുട്ടി ഇപ്പൊ ചെറിയൊരു അനീറ്റാണ്. വന്ന് വേഗം പിടിച്ച്, എന്താണ് ചേട്ടാ കാണിക്കുന്നത്. കാരണം ഞങ്ങളുടെ അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കായിരുന്നു. അപ്പൊ അവരൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സന്ദർഭത്തിൽ അപ്പൊ അത് ഈ ഒരൊറ്റ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് എന്നുള്ള അത് നഷ്ടപ്പെടുന്ന സമയത്താണ്, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവസാന കാലത്ത്. അതാണ് ഇൻ ദ ലേറ്റ് സ്റ്റേജസ് ഓഫ് അവർ ഡ്രിങ്കിങ് ദ വിൽ ടു റെസിസ്റ്റ് ഹസ് ഫ്ലഡ്. പിന്നെ യെറ്റ് when we admit complete defeat and when we become entirely ready to try AA principles, our obsession leaves us and we enter a new dimension. എന്നാൽ കൂടി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ആ എന്താ പറയാ പവർലെസ്നെസ്സിനെ, ഇതിനെ, അല്ലെങ്കിൽ ആ തോൽവിയെ, മദ്യത്തിന് വേണ്ടിയുള്ള തോൽവിയെ, ശക്തിഹീനതയെ പൂർണ്ണമായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അംഗീകരിക്കലും സ്വീകരിക്കലും രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ എൻറ്റയർലി റെഡി ടു ട്രൈ പ്രിൻസിപ്പിൾസ് അതുണ്ട്. അപ്പൊ അതും ഒന്നാം പടിയിലത്തെ ആ ശക്തിഹീനത അംഗീകരിച്ചാൽ മാത്രം പോരാ. അത് മാത്രം പോരാ, അതിന്റെ കൂടെ ഞാൻ ശ്രമിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ഏത് തത്വങ്ങളിലേക്ക് ഇറങ്ങിയവരും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒബ്സഷൻ ലീവ്സ് us and we enter a new dimension. നമ്മളുടെ ഈ ഒബ്സഷൻ, കുടിക്കാനുള്ള ഈ വിധേയത്വം നമ്മളിൽ നിന്ന് പതുക്കെ എന്താ പറയുക മാറിപ്പോകുന്നു. മാത്രമല്ല, ഈ എൻ്റർ എ ന്യൂ ഡയമെൻഷൻ, നമ്മളൊരു പുതിയ ഒരു അളവിലുള്ള ആൾക്കാരായിരിക്കും. പുതിയ ഒരു തലം. ഇവിടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ തലം എന്നെടുക്കണം, വെറും അളവ് എന്നല്ല. ഇതെല്ലാം എടുക്കേണ്ടത് നമ്മൾ വേറൊരു അവസ്ഥയിലുള്ള ആളായി മാറും. അത്ര വിചാരിക്കും. അതെന്താണ്? ഹൈഫൻ അല്ല, ഡാഷ്, ഫ്രീഡം അണ്ടർ ഗാഡ് ആസ് വി അണ്ടർസ്റ്റാൻഡ്. ആ അവസ്ഥ എന്താണ്? നമ്മളുടെ ആ തലം അത് ഇതാണ്, ഈശ്വരന്റെ കീഴിലുള്ള ആ സ്വാതന്ത്ര്യം. അത് എങ്ങനത്തെ ഈശ്വരൻ? നമ്മൾ മനസ്സിലാക്കുന്ന ആ ഈശ്വരന്റെ കീഴിലുള്ള ഒരു സ്വാതന്ത്ര്യം. ഇതാണ് ഉള്ളത്. ഇനി ഉള്ളത് അടുത്ത പേജും കൂടി പോവല്ലേ? 284.
ആ പോവാം. Okay. 284. Faith, a blueprint and work. Faith, a blueprint and work. വിശ്വാസം ഒരു നമ്മളുടെ ഒരു എന്താ അടിസ്ഥാന രേഖ, അടിസ്ഥാന പ്ലാനാണ്. ആൻഡ് വർക്ക്, നമ്മളുടെ പ്രവൃത്തി. ഫെയ്ത്ത്, എ ബ്ലൂ പ്രിന്റ് ആൻഡ് വർക്ക്. ഇത് ലെറ്റർ 1954, 1954 ആരോ അയച്ച കത്തിന് മറുപടിയായിട്ട് BW അയച്ച കത്തിൽ നിന്ന് ചില പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് മാറ്റി നോക്കാം എന്താ പറഞ്ഞു. The idea of 24-hour living applies primarily to the emotional life of the individual. Emotionally speaking, we must not live in yesterday nor tomorrow. But I have never been able to see that this means the individual, the group, or AA as a whole should give no thought whatever to how to function tomorrow or even in the more distant future. Faith alone never constructed the house you live in. There had to be a blueprint and a lot of work to bring it into reality. Nothing is truer for us of AA than the biblical saying, faith without works is dead. AA services, all designed to make more and better 12-step work possible, are the works that ensure our life and growth by preventing anarchy or stagnation. Okay. നോക്കാം. ഇതൊരു നല്ല ഒരു ലെസൺ ആയിട്ടാണ് നമുക്ക് പറഞ്ഞത്. ഇതുപോലത്തെ ഒരു ചിന്ത എന്റെയിലും വന്നിരുന്ന ഒരു കാലത്ത്. നോക്കാം എന്താണ്. ഫെയ്ത്ത്, വിശ്വാസം, ഡാഷ് എ ബ്ലൂ പ്രിന്റ്, പ്ലാൻ, ഡാഷ് ആൻഡ് വർക്ക് ആൻഡ് പ്രവർത്തനം. വിശ്വാസം വേണം, നമുക്ക് ഒരു പദ്ധതി ഉണ്ടാവണം, ആ പദ്ധതിക്ക് അനുസരിച്ചുള്ള പ്രവർത്തനം. ഇതാണ് അതിന്റെ ഹെഡിങ്ങിന്റെ സത്ത. ഓക്കെ, നോക്കാം. The idea of 24-hour living applies primarily to the emotional life of the individual. Emotional life of the individual. ഒരു വൈകാരികമായ ആ ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥ ഉണ്ട്, വൈകാരികമായ അവസ്ഥ. ആ അവസ്ഥയിലേക്കാണ് ഈ 24 മണിക്കൂർ പദ്ധതി എന്നുള്ളത് പ്രയോഗിക്കപ്പെടുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി തരാണ് എന്താണ് 24-hour living. ഈ കാരണം ഞാൻ സത്യം പറയാം, എനിക്കിത് സംശയങ്ങൾ വരാൻ എൻ്റെ ജീവിതത്തിൽ വരാനുള്ള കാരണം, ഞാൻ ചില പഴമക്കാരോടൊക്കെ ആദ്യം വന്ന കാലത്തൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ അപ്പൊ ഈ മൂന്നാം പടിയിലെല്ലാം എന്താ പറയുക, ഗോഡ്സ് നമ്മൾ സറണ്ടർ ചെയ്യാണല്ലോ ചെയ്യുന്നത് ടു ഗോഡ്സ് വിൽ, അല്ലെങ്കിൽ 11th സ്റ്റെപ്പിലെല്ലാം നമ്മൾ ഗോഡ്സ് വിൽ അനുസരിച്ച് പെരുമാറുക എന്നുള്ളതല്ലേ. അപ്പൊ അവരോടൊക്കെ ചില സമയത്ത് എനിക്ക് ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ സങ്കടം വന്നിട്ടുണ്ട് അങ്ങനെ ഉത്തരം കേൾക്കുമ്പോൾ. പക്ഷെ അപ്പൊ സംശയമായി, കാരണം ഒരാളെ നിന്നല്ല കേട്ടത്, അങ്ങനെ പലരും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ പറയാണ്, ഇപ്പൊ ഓക്കെ അടുത്ത ഇപ്പൊ ഫോൺ ചെയ്ത് പറയാണ്, നോക്കൂ അടുത്ത നെക്സ്റ്റ് മന്ത് ഞങ്ങളുടെ ഹോം ഗ്രൂപ്പിന്റെ വാർഷികമാണ്, താങ്കൾക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഡ്സ് വിൽ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ജസ്റ്റ് അവിടെ പറയുന്നേക്കാം. അല്ലെങ്കിൽ ഇഫ് ഗോഡ് പെർമിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ ഒരു ഇത്. അപ്പൊ ഇത് പറയുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഈ വെറും ഗോഡ്സ് വിൽ എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നത് ശരിയാണോ? അല്ലെങ്കിൽ അത് മാത്രം നമുക്കൊരു പദ്ധതി വേണ്ടേ? അല്ലെങ്കിൽ ഇഫ് ഗോഡ് പെർമിറ്റ്സ്, ഗോഡ് അലൗസ്, ഇഫ് ഗോഡ് അലൗസ് എന്നൊക്കെ പറഞ്ഞതിന് എത്രത്തോളം അതിനൊരു പ്രായോഗികത ഉണ്ട്? അതോ വളരെയധികം വിനയാന്വിതനായിട്ട് നിൽക്കുകയാണോ, അതോ അതിന് ടോട്ടൽ ഗോഡിന് സറണ്ടർ ചെയ്തതാണോ? അറിയില്ല. അപ്പൊ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, സംശയങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് തന്നെ ആ സമയത്ത്. നോക്കാം, എന്താ ഈ ഗോഡ് വില്ലിങ്, ഈ ഗോഡ് വില്ലിങ് എന്നൊക്കെ പറഞ്ഞാൽ അത് അവസരത്തിനും അനവസരത്തിനും ഒക്കെ കണ്ടമാനം പേര് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ 24-hour living എന്നുള്ളത് എങ്ങനെയാണത് പ്രായോഗികമാവുക. അപ്പൊ അതിനെക്കുറിച്ച് നല്ലൊരു ഒരു ലെസനാണ് ഇവിടെ BW തരുന്നത്. ഓക്കെ, ദ ഐഡിയ ഓഫ് 24-hour living applies primarily to the emotional life of the individual. ഒരു വൈകാരികമായ
ആ ഒരു തലത്തിലേക്കാണ്, ഒരു വ്യക്തിയുടെ ആ തലത്തിലേക്കാണ് ശരിക്കും പ്രയോഗിക്കപ്പെടുന്നത്. ഈ 24 hours ലിവിങ്. ഇനിയോ, ഇമോഷണലി സ്പീക്കിംഗ് വി മസ്റ്റ് നോട്ട് ലിവ് ഇൻ യെസ്റ്റർഡേ നോർ ഇൻ ടുമോറോ. അത് ഇമോഷണലി നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ ഇന്നലെകളിലും വരുത്, ഭൂതത്തിലും ഭാവിയിലും ആയിരിക്കരുത്, ഇന്നത്തെ ഈ നിമിഷത്തിലായിരിക്കും. കാരണം 10ാം പടി കൂടെ പഠിപ്പിക്കുന്നത് നമ്മൾ 10ാം പടി വരെ എത്തുമ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തേണ്ടതാണ്. അത്ര പറയുള്ളൂ, എത്തുന്നു ഞാൻ പറയുന്നില്ല. അതാണ് ഈ എയെ വിഭാവന ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലിവിങ് ഇൻ തന്നെ ആവും എന്നൊക്കെ പറയില്ലേ, ട്രൈങ് ടു ലിവ് ഇൻ തന്നെ. അങ്ങനെയാവാതെ നമുക്ക് പരിശ്രമിക്കാമല്ലോ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കേണ്ടത്. അപ്പൊ ആ വൈകാരികമായിട്ട് ഞാൻ ഇന്നലെയെ കുറിച്ചുള്ള കണ്ടമാനം എൻ്റെ കുറ്റബോധങ്ങളും ഇതും ഉണ്ടാവരുത്, നാളെയെ കുറിച്ചുള്ള വറീസും ഭയങ്ങളും അധികം ഉണ്ടാവരുത്. അതൊരു വൈകാരികമായ തലത്തിൽ. ഇനിയോ, but I have never been able to see that this means the individual, the group, or A as a whole should give no thought whatever to how to function tomorrow or even in the more distant future. അപ്പോ ഞാൻ ഒരിക്കലും ബിർലബ്ലി ആണ് പറഞ്ഞ അദ്ദേഹം ഒരിക്കലും ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നുണ്ടെങ്കിൽ മൊത്തം എ ആയാലും ഗ്രൂപ്പായാലും ഒരു വ്യക്തിയായാലും ഈ അടുത്ത ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചോ, അല്ലെങ്കിൽ കുറച്ചും കൂടി നീണ്ട ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചോ ഒരു ചിന്തയും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്ന ആളാണെന്ന് കരുതുന്നില്ല. അവിടെ ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു പ്ലാനൊക്കെ ഉണ്ടാവില്ലേ? ഒരു പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇരിക്കണ ഈ വീട് ഞാൻ എയിൽ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞപ്പോൾ വീട് പണി കഴിഞ്ഞു. ഞാൻ ഈ എയിൽ വന്നതിന് ശേഷം ഞാൻ ഇതും പറഞ്ഞിട്ട് 24 മണിക്കൂർ ലിവിങ് ആണ്, എനിക്ക് ഗോഡ് വില്ലിങ് എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ കൈ കെട്ടിരുന്നു കഴിഞ്ഞാൽ ഈ വീട് പണിയായിരുന്നു. പറ്റില്ല. എനിക്ക് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഞാൻ തന്നെ അന്ന് പ്രത്യേകിച്ച് അന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നുള്ള പല ഹെൽപ്പുകളും ഇല്ലാതിരുന്ന സമയം കൂടിയാണ്. കാരണം എൻ്റെ തന്നെ അതിന് മുമ്പുള്ള പ്രവർത്തനങ്ങളെ കാരണം പലരും എൻ്റെ അടുത്ത് നിസ്സഹകരണം ഉണ്ടായിരുന്ന സമയം കൂടിയാണ്. ബട്ട് സംഭവം അവിടെ ശരിയാണ്, ഗോഡ് വില്ലിങ്, ആ ഒരു ഈശ്വരേച്ഛ കാരണം എനിക്ക് വീട്, എൻ്റെ പ്രവർത്തനങ്ങൾ അതിലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഗോഡ് വില്ലിങ്. അതൊരു ഗോഡ്സ് ഗിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ അപ്പത്തെ ഇമ്മീഡിയറ്റ് നീഡ് അത് ദാറ്റ് ഹി നോസ്. 3ാം പടിയിൽ പറയുന്നുണ്ടല്ലോ, നമ്മള് ദൈവത്തിന്റെ സന്തോഷ സഹചാരിയായിട്ട് സന്തോഷ സഹവർത്തിത്വത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ അദ്ദേഹം നിറവേറ്റി തരുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പൊ അത് എന്താ പറയാ, പേജ് 62 അതിലൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരി. അവിടെ ഞാൻ പ്രവർത്തിക്കാതെ പറ്റില്ല. പ്രവർത്തിക്കാനായിട്ട് എനിക്കൊരു രൂപരേഖ വേണം. ഒരു ബ്ലൂ പ്രിന്റ് ഇല്ലെങ്കിൽ എൻ്റെ വീട് പണിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. മറ്റൊരു വെറും വൈകാരിക തലത്തിലും അല്ലാണ്ട് ഞാൻ എൻ്റെ കുറ്റബോധങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുക, അല്ലെങ്കിൽ നാളേക്ക് വരാവുന്ന, നാളെ എനിക്ക് ലോട്ടറി കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ, ഇല്ലെങ്കിൽ നാളെ ഞാൻ ജയിലിൽ പോവോ, ഇത് വിചാരിച്ച് മാത്രം എപ്പോഴും മനസ്സ് വിഷമിച്ചിരിക്കുക, അതൊന്നല്ല കാര്യം. കാര്യം നമ്മൾ ഇമോഷണലി നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിലായിരിക്കണം ജീവിക്കേണ്ടത്. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ, കാരണം നമ്മൾ പ്രാർത്ഥനയില്ല, സെറൻഡറി പ്രയറിൽ തന്നെ വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ വിവേകപൂർവ്വം വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അതിന് വേണം പ്ലാൻ വേണം, പദ്ധതികൾ വേണം, എല്ലാം വേണം. അതിന്റെ വർക്കും വേണം, അതിന്റെ കൂടെ പ്രവൃത്തിയും വേണം, അല്ലാണ്ട് പറ്റില്ല, പ്രവർത്തനം വേണം. ഇനി ഫെയ്ത്ത് അലോൺ നെവർ കൺസ്ട്രക്റ്റഡ് ദ ഹൗസ് യു ലിവ് ഇൻ. അതന്നെ ഞാനിപ്പോ പറഞ്ഞു തന്നെയാണ്. വിശ്വാസം മാത്രം ഒരിക്കലും എന്താ പറയുക, നമ്മൾ ജീവിക്കുന്ന ഈ വീടിനെ ഉണ്ടാക്കി തന്നിട്ടില്ല. There had to be a blueprint and a lot of work to bring it into reality. ഇതിനെ യാഥാർത്ഥ്യമാക്കാനായിട്ട് ഇതിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എന്താ പറയുക, ഒരു പദ്ധതി രേഖ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു, ശ്രമങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നത്തിങ് ഈസ് ട്രൂവർ ഫോർ us of AA than the biblical saying faith without works is dead. അപ്പൊ ആ ബൈബിളിക്കൽ സെയിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒരു ഏയുടെ കാര്യത്തില് സത്യസന്ധമായ വേറൊന്നില്ല.
എന്താണ് ബൈബിൾ saying? Faith without works is dead. ഇത് നമ്മുടെ ബിഗ് ബുക്കിൽ കൊടുത്തുള്ള വാചകങ്ങളാണ്. അതായത് മൃതമാണെന്ന്, പ്രവർത്തനമില്ലാത്ത വിശ്വാസം മൃതമാണ്. ഓക്കെ. AA services all designed to make more and better 12th-step work possible are the works that ensure our life and growth by preventing anarchy or stagnation. Yes. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇതേ വിഷയത്തിന് നമ്മളെ സർവീസ് മാനുവൽ US ആൻഡ് കാനഡ, അതിനാണ് ASM എന്ന് പറഞ്ഞത്. അതിൻ്റെ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആണ് തോന്നുന്നു അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണോ അതോ 12 കോൺസെപ്റ്റ്സിന്റെ ഇൻട്രൊഡക്ഷനിലാണോ, ഏതോ ഒരു സ്ഥലത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എനിവേ ഓർമ്മിച്ചാൽ മതി, വളരെ ഇമ്പോർട്ടൻ്റ്. നോക്കാം നമുക്ക് എന്താണ് AA സർവീസസ്, അതായത് AAയുടെ സേവനങ്ങൾ all designed to make more and more better 12-step work possible. അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം വളരെ നന്നായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ 12-ാം പടി പ്രവർത്തനം സാധ്യമാക്കുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. Are the works that ensure our life and growth by preventing anarchy or stagnation. അങ്ങനെ ഡിസൈൻ ചെയ്ത AA സർവീസസ് എന്താണത്? അത് നമ്മളുടെ ഭാവിയും നമ്മുടെ വളർച്ചയെ ഉറപ്പുവരുത്താനുള്ളതാണ്. പ്രിവെന്റിങ് അനാർക്കി ഓർ സ്റ്റാഗ്നേഷൻ. വേറൊരു കാര്യത്തിന് എന്താ പറയുക, പ്രതിരോധിക്കാനുള്ള കൂടിയാണ് പ്രിവെന്റിങ് അനാർക്കി ഓർ സ്റ്റാഗ്നേഷൻ. ഒരു അനാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാണ്ട് തോന്നിയ പോലെ നടക്കണം, അതിന് എന്താ പറയുക പ്രിവെന്റ് ചെയ്യാനും, അതേപോലെ സ്റ്റാഗ്നേഷൻ, അതായത് പ്രവർത്തനങ്ങൾ നിലച്ചു പോവുക, ഒരു ഇതായി പോവുക. ഈ രണ്ട് കാര്യങ്ങളെയും പ്രിവെന്റ് ചെയ്യാൻ കൂടി ആയിട്ടാണ് നമ്മുടെ AA സർവീസസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ അനാർക്കിയും സ്റ്റാഗ്നേഷനെയും പ്രിവെന്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ 12-സ്റ്റെപ്പ് വർക്ക് എങ്ങനെ പോസിബിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻട്രൊഡക്ഷനിൽ അവിടെ പറഞ്ഞ ASM പറഞ്ഞ ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയാം. അതിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ ഓർമ്മയിൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. അതായത് നമ്മുടെ എല്ലാ സർവീസ് എൻറ്റിറ്റീസും സേവന ഘടകങ്ങളും ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് എന്തിനാണ്? 12-ാം പടി പ്രവർത്തനത്തിന് നല്ല രീതിയിൽ, ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സാധ്യമാക്കാനാണ്. അപ്പൊ 12-ാം പടി പ്രവർത്തനം സാധ്യമാക്കുക ടു ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സേവന ഘടകങ്ങളും 12 കോൺസെപ്റ്റ്സ് ആയാലും സർവീസ് സ്ട്രക്ചർ ആയാലും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. സേവന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ സർവീസ് സ്ട്രക്ചറിലുള്ളതാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത്, സർവീസ് സ്ട്രക്ചറിൽ ഇല്ലാത്ത കാര്യങ്ങളെ വി ഡോണ്ട് എൻകറേജ്. ഉണ്ട്, ധാരാളമുണ്ട് സർവീസ് സ്ട്രക്ചറിൽ ഇല്ലാണ്ട്. ഓരോരുത്തർ അവരവരുടേതായ രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടി റിക്കവറി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, പലതും നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ അധികം എൻകറേജ് ചെയ്യുന്നില്ല. കാരണം നമ്മളുടെ മുഖ്യ ഉദ്ദേശം ഈ 5-ാം പാരമ്പര്യം നടപ്പിലാവില്ല. 5-ാം പാരമ്പര്യം ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അതിനായിട്ട് ഒരു അനാർക്കി പാടില്ല. ഈ പറഞ്ഞ പോലെ പല രീതിയിൽ തോന്നിയ പോലെ ചെയ്യരുത്. അനാർക്കി എന്ന് പറഞ്ഞാൽ അരാജകത്വം, ഓരോരുത്തർ ഓരോ രീതിയിൽ ചെയ്യുന്ന അത് പാടില്ല. ഒരു സിസ്റ്റമാറ്റിക്കും മെത്തോഡിക്കലായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളും. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് കുറെ കാര്യങ്ങളുണ്ട്, അത് വേണം. കുറെ ഡിസിപ്ലിൻസ് ഉണ്ട്, അത് അതൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ടൈമായി കാണണം, നോട്ടെ. ഓ യെസ്, 10:57. എല്ലാവർക്കും നന്ദി, താങ്ക് യു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ്. താങ്ക് യു.